ഗ്ലോബലി അക്സെപ്റ്റബിൾ ആവുന്ന സിനിമകളൊക്കെ മലയാളത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയില്ല. ഏത് കാലത്തും മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു മുഖമുണ്ട്. അതൊക്കെ ഉണ്ടാക്കി വെച്ചത് പോലും വലിയ കക്ഷികളാണ്. അപ്പോഴും ഇന്ന് പക്ഷെ ഈ പ്രൊപ്പഗൻഡയുടെ കാലത്ത് എനിക്ക് സിനിമയ്ക്കുള്ള അച്ചീവ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഓസ്കാർ കിട്ടിയെന്നോ അവിടെ കാനിൽ പോയിന്നോ അല്ലെങ്കിൽ എക്സോർ വൈ ഇടങ്ങളിൽ പോയി എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അതൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് അതൊരു നല്ല പടമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്നാൽ അതിന്റെ സ്ട്രാറ്റജി തന്നെ മാറി. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേദിയിലും കൊണ്ട് സിനിമ കളിക്കാം, അല്ലാതെ അതിന്റെ മെറിറ്റ് വെച്ച് മാത്രമൊന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ലോകത്തിരുന്നിട്ട് നമുക്ക് എവിടെയും കൊണ്ട് പടം കാശുണ്ടെങ്കിൽ കാണിക്കാം, കാശുണ്ടെങ്കിൽ എന്ത് തരം പടം എടുക്കാം. അപ്പൊ ഇന്ന് മാക്സിമം പ്രൊപ്പഗൻഡ പടങ്ങളാണ് വരുന്നത്. ഇന്നിപ്പോ നമ്മളുടെ ഇന്ത്യയുടെ തന്നെ എന്താ പറയുക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് ഗോവയിലൊക്കെ കളിക്കുന്ന പടങ്ങൾ ഏതാണ്? ഏറ്റവും റിഗ്രസീവ് ആയിട്ടുള്ള ഏറ്റവും വർഗീയത വിളിച്ചു പറയുന്ന പടങ്ങൾക്കൊക്കെയാണ് വലിയ വലിയ അവാർഡുകൾ കിട്ടിപ്പോകുന്നത്.